ഭയങ്കര ആവേശത്തിൽ പോയിട്ട് ഇതെങ്ങനെയെങ്കിലും നമ്മുടെ മാളത്തിൽ കൊണ്ടുവന്ന് വയ്ക്കുക. അവിടെ ഇരുന്നാൽ മതി, നമ്മൾ കഴിക്കത്തൊന്നുമില്ല ഇത്രയൊന്നും, നമുക്കിതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. എങ്കിലും അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ നമ്മൾ സേഫായി എന്ന് തോന്നിക്കും. അപ്പോൾ ആ ഒരു ഫിസിക്കൽ നീഡാണല്ലോ ഈ വിശപ്പെന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ നീഡിന് അത് കുറച്ചങ്ങോട്ട് ആ നീഡ് അവിടെ തന്നെ നിൽക്കുകയും സാധനം കിട്ടില്ല എന്ന് തോന്നിക്കുകയും ചെയ്യുമ്പം ആ സന്ദർഭത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സൈക്കിക് സ്റ്റേറ്റ് ഉണ്ട്, ശരിക്കും മാഡ്നസ്, അതിലോട്ടങ്ങ് പോകും. പിന്നെ അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ വന്ന് പെട്ടു എന്നിരിക്കട്ടെ ഒരാൾ, അതേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് വന്ന് പെട്ടാൽ ഇവർക്കുള്ള ഒരൊറ്റ കാര്യം സെക്യൂരിറ്റിയോ മറ്റു കാര്യങ്ങളോ പോലും ഇമ്പോർട്ടൻ്റ് അല്ല, ആഹാരം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറും. റിസ്ക് എടുത്ത് പോയിട്ട് ആഹാരം എടുക്കാൻ പോകും. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസ് ചക്രയുടെ ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെയാണ് റൂട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബേസ് അവിടെ കിടക്കുക. ആഹാരം ഇല്ലാതെ ഒരു ജന്തുവിന് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്വാഭാവികമാണ് ആഹാരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ വെപ്രാളം വരും. പക്ഷേ അതിന് ആ വെപ്രാളം വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ എന്ത് ബിഹേവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തും ചെയ്യും. വേറൊരാൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല, നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അതിനുവേണ്ടി എന്തും ചെയ്യും. ആ നിന്നിരുന്ന കൾച്ചർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്തിക്സ്, മൊറാലിറ്റി, കൾച്ചർ എന്നൊക്കെ പറയുന്ന സാധനം എല്ലാം പോകും. എല്ലാം പോയിട്ട് വളരെ ഹൈലി ഭയങ്കര ഒരു മാഡായിട്ടുള്ള ബിഹേവിയർ നമ്മുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടുതൽ അകത്ത് വർക്ക് ചെയ്തിരിക്കുന്ന ഒരാളാവണം. അപ്പോൾ ഈ ക്രൈസിസിനകത്ത് പെട്ടിട്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം അബദ്ധങ്ങളുമായിരിക്കും. കാരണം സാനിറ്റി നഷ്ടപ്പെട്ടിട്ട് ബോധമില്ലാതെ നമ്മൾ എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ബേസ് ചക്രയുടെ മറ്റൊരു വശം. നമ്മളവിടെ ബാക്കിയെല്ലാം പടമൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അവിടെ ദേവതയുണ്ട്, ദൈവമുണ്ട്, എല്ലാവരും ഉണ്ട്, നമ്മൾ സഹായിക്കും എന്ന് നമ്മളെല്ലാം പഠിച്ച് വെച്ചിട്ടിരിക്കുന്ന ഈ നമുക്ക് തന്നെ ഇത് സംഭവിക്കും. അപ്പം ഇതുപോലെ ഇറ്റലിയിൽ ഒരു വർക്ക്ഷോപ്പ്, അത് തിയേറ്ററിക്കൽ ആപ്ലിക്കേഷൻസ് ഓഫ് കുണ്ടലിനി യോഗ എന്ന് പറഞ്ഞ ഒരു വർക്ക്ഷോപ്പ്, ഒരു ആപ്ലിക്കേഷൻ ഓഫ് കുണ്ടലിനി യോഗ അവിടെ ആർട്ടിസ്റ്റുമാരുടെ ഇടയിൽ പ്രപ്പോസ് ചെയ്ത്, അങ്ങനെ വലിയ സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുമാരുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ പ്രോഗ്രാം തുടങ്ങി, ഏതാണ്ട് ഉച്ചയ്ക്ക് 1 മണിക്ക് പിരിഞ്ഞിട്ട് ആഹാരം കഴിക്കണം. അപ്പോൾ ആ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ കിച്ചണുമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഉച്ചയ്ക്ക് ഏതാണ്ട് ഞാൻ ക്ലാസ് പിരിയില്ല, ഏതാണ്ട് 2 മണിയാകുമ്പോൾ 1 മണിക്ക് പിരിയേണ്ടതാണ്. 2 മണിയാകുമ്പോൾ നിങ്ങൾ കിച്ചണിൽ നിന്ന് ആരെങ്കിലും ഒരാളെന്ന് പറയണം, ഫുഡില്ല എന്ന് പറയണം. അപ്പോൾ ആ വരുന്ന വഴിക്ക് ഒരു മലയുടെ മുകളിലാണ്, വരുന്ന വഴിക്ക് ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അപ്പോൾ അത് കാരണം ഫുഡൊന്നും ഇങ്ങനെ എത്താൻ പറ്റുന്നില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുന്നത്, ഫുഡ് താഴെ നിന്നാണ് വരാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് സോറി എന്ന് പറയണം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒക്കെ പറഞ്ഞ് ഡ്രാമയൊക്കെ സൈക്കോ ഡ്രാമ ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഈ 1 മണി കഴിഞ്ഞപ്പോൾ ഞാൻ പിരിഞ്ഞില്ല, ഞാൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഏതാണ്ട് 2 മണിയായപ്പം കിച്ചണിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെയാണ്, വി ആർ വെരി സോറി ടു സേ ദാറ്റ് ഫുഡ് ഈസ് നോട്ട് കമ്മിങ് ടുഡേ. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, എല്ലാം റിഫൈൻഡ് ആയിട്ടുള്ള സ്പിരിച്വൽ ആളുകളല്ലേ, ആർട്ടിസ്റ്റുമാരും ഭയങ്കര സ്പിരിച്വാലിറ്റിയുടെ അകേറ്റം നിൽക്കുന്ന മനുഷ്യരും ആയതുകൊണ്ട് ഫുഡൊന്നും ഒരു പ്രശ്നമില്ല, അതൊന്നും കുഴപ്പമില്ലാന്ന്. പിന്നെ അങ്ങോട്ട് പോവുകയാണ്. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞ് 36 പേരുണ്ടായിരുന്നു ഈ ഗ്രൂപ്പിൽ. കുറച്ചങ്ങോട്ട് പോയപ്പോഴത്തേക്കും അതിനകത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. കാരണം എന്നാലും അങ്ങനെയല്ലല്ലോ, നമ്മൾ പൈസ എല്ലാം കൊടുത്തിട്ടിരിക്കുക. നമ്മളെ പൈസയൊക്കെ കൊടുത്തിട്ട് വരുമ്പോൾ അവരത് അറിയണ്ടേ, നേരത്തെ അറിയണ്ടേ. അതങ്ങനെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കാലസ് ആയിട്ടുള്ള ഒരു രീതിയാണ്. അത് ശരിയൊന്നുമല്ല. ഇങ്ങനെ അവർ തുടങ്ങി. ഞാൻ ഇവരെ വിട്ടില്ല, ഇവരെ പിടിച്ച് വെച്ചോണ്ടിരിക്കുക. കുറേ നേരം കഴിഞ്ഞ് ഏതാണ്ട് 2:30 മണിയായപ്പോൾ ഭയങ്കര ക്രൈസിസ് ആയിപ്പോയി. എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ചത്തൊന്നും പോകത്തില്ല. പക്ഷേ ഇവരെല്ലാവരും വെപ്രാളത്തിൽപ്പെട്ട് അവസാനം ഭയങ്കര വന്ന് ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഇതിപ്പോൾ ഇങ്ങനെ പറ്റിപ്പോയി, ഞാനും അറിഞ്ഞില്ല. ഇതിപ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ. ഇതിപ്പോൾ ഉച്ചയ്ക്ക് അവർക്ക് ഫുഡ് തരണം, ഇത് വന്നില്ല. ഇപ്പം അവർക്ക് ഫുഡ് വന്നെങ്കിലേ തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ക്ഷമിച്ചിരിക്കാം, എങ്ങനെയും എന്തെങ്കിലും അവർ അറേഞ്ച് ചെയ്യുമായിരിക്കും, അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാണ്. എന്തൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ തുടങ്ങി. അവസാനം ഭയങ്കര ഗ്രൂപ്പായി. അതിനകത്ത് 2 ഗ്രൂപ്പായി. നമ്മുടെ ഓർഗനൈസേഷൻ്റെ നേർക്ക് ഇവരെല്ലാം അറ്റാക്ക് തുടങ്ങി. അങ്ങനെ അതിൻ്റെ പിരിമുറുക്കം വന്നപ്പോഴത്തേക്കും ഞാൻ പുറകിലൂടെ പോയി പറഞ്ഞ്, കിച്ചണിൽ പോയി പറഞ്ഞ് ഇനി വന്നിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇവർ തമ്മിൽ അവരുടെ മൈൻഡിനകത്തുള്ള എല്ലാ വൃത്തികേടുകളും ഇവന്മാർ വെളിയിലെടുത്തിട്ട് കുറച്ച് നേരം ഉണ്ടാകുന്നു. അതിൽ സ്ത്രീകളും ഉണ്ടാകുന്നു. കുറച്ച് മെജോറിറ്റി അധികം സ്ത്രീകളായിരുന്നു, കുറേ സ്ത്രീകളും ഉണ്ടാതിരുന്നു.
പിന്നെ ലീഡറായിട്ട് കുറച്ച് ആണുങ്ങൾ വന്ന് അവരെല്ലാം നല്ല ഫൈറ്റേഴ്സ് മോഡിലോട്ടായി. എങ്ങനെയും ഇത് തപ്പി ഇവനെ കൊണ്ട് ഇത് ഉണ്ടാക്കിപ്പിച്ചാൽ പറ്റുള്ളതാണ്. കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അനൗൺസ് ചെയ്തപ്പോഴത്തേക്കാണ് ഇവർ കാണിച്ചത് എന്താണെന്ന് ഇവന്മാർക്ക് ബോധ്യമുള്ളത്. ഒരു നേരത്തെ ആഹാരം പോയതിന് ഇത്രയും വലിയ മാനിഫെസ്റ്റേഷൻ അവിടെ കാണിച്ചു കളഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ബിഹേവ് ചെയ്യുന്നത് മനസ്സ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉച്ചയ്ക്ക് നേരത്തെ സെഷനിൽ ഈ ആഹാരം കിട്ടാത്ത ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഫസ്റ്റ് ചക്രയുടെ ഇമോഷൻസ് എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളിപ്പോൾ അനുഭവിച്ചല്ലോ. നിങ്ങളിവിടെ അൺട്രാവൽ ചെയ്യുക. തിയേറ്റർ നിങ്ങൾ തന്നെ തിയേറ്റർ കാണിക്കുക. നിങ്ങൾക്ക് എന്തും ചെയ്യാം, ഫ്രീഡം ഉണ്ട്. ഭയങ്കര രസമുള്ളൊരു തിയേറ്ററായിരുന്നു. എല്ലാവരും ഇരിക്കുകയായിരുന്നു, എല്ലാവരും തറയിലിരിക്കുക. ഇതിൽ ഒരെണ്ണം എണീറ്റില്ല. എല്ലാവരും താഴെ ഇരുന്നുകൊണ്ടിങ്ങനെ ഓരോരുത്തരും നോക്കുകയും പതുക്കെ ക്രോൾ ചെയ്ത് അവൻ്റെ അടുത്ത് പോയി അവൻ്റെ കാലിൽ പിടിച്ച് വലിച്ച് കാല് കടിച്ച് തിന്നാൻ പോയി. അങ്ങനെ അതിനകത്തൊരു ഭയങ്കര തിയേറ്റർ. അതെല്ലാം നല്ല ആർട്ടിസ്റ്റ്മാരാണ്, തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ അതിനകത്ത് ഒരു ഉഗ്രൻ തിയേറ്റർ ഇവർ ചെയ്ത് അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന വികാരങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ട് അവർക്കത് ചെയ്യാൻ പ്രയാസമൊന്നും അതിൽ അങ്ങനെ ഒരു വർക്ക് ഞാൻ ഒരിക്കൽ ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ. എല്ലാ ചക്രത്തിൻ്റെയും സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പൊതുവേ റിഫൈൻഡാണ്. വളരെ നല്ല ഇതാണ്. പക്ഷേ ഇതുപോലെ ക്രൈസിസ് വരുമ്പോൾ ആ സാധനം ഇങ്ങനെ വെളിയിൽ വരും എന്ന് പറഞ്ഞാൽ അത് വരാതിരിക്കാൻ നോക്കില്ല, വരും. അപ്പോൾ അതെങ്ങനെ സർവൈവൽ മോഡിലോട്ട് പെട്ടെന്ന് ഇറങ്ങും. നമുക്കിപ്പോൾ സർവൈവലിന് പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് സുഖമായിട്ടങ്ങ് പോകാം. നല്ല ഡീസൻ്റായിട്ട് ഇരിക്കാം. നമുക്ക് കലയും സാഹിത്യവും മ്യൂസിക്കും ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇരിക്കാം. ആ സർവൈവൽ ഇഷ്യൂലേക്ക് ഇപ്പോൾ ഗാസയിലെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി. ഇങ്ങനെ പോവുകയാണ്, ക്യൂ ആയിട്ടൊന്നും അറിഞ്ഞൂടാ. കമ്പി വലിയൊക്കെ കെട്ടി അതിൻ്റെ ഇടയിൽ കൂടെ കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് പോവുകയാണ്. കുളിച്ചിട്ടോ എന്തെങ്കിലും കഴിച്ചിട്ടോ ഒക്കെ ദിവസങ്ങളായിട്ടുണ്ടാവും. ഇങ്ങനെ പോവുകയാണ് അവർ. അതിനിടയിൽ വെച്ച് ആളുകൾ വെടിവെച്ച് കൊന്ന് തീർക്കാമെന്നുള്ള ഉദ്ദേശവും കാണും. അതെന്തോ പൊളിറ്റിക്കൽ സംഗതിയാണ്. ഏതായിരുന്നാലും ഇവർ വലിയ ഒരു ക്രൈസിസിൽ പെട്ട് നിൽക്കുമ്പം അതൊക്കെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൾച്ചറും അതിൻ്റെ എത്തിക്കൽ കുറേ പ്രിൻസിപ്പിൾസും നമ്മുടെ മൊറാലിറ്റിയും ഈ സാധനങ്ങളെല്ലാം അങ്ങ് മാറും. ഇതങ്ങ് ചുമ്മാ മാറുന്നതല്ല, ഇതങ്ങ് ചുമ്മാ അങ്ങ് മാറിപ്പോകുന്നതല്ല. നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലൊക്കെ വേറെ റൂട്ടൊക്കെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് റീവയറിംഗ് ഒക്കെ സംഭവിക്കുക. ആ പാറ്റേൺ മാറി വേറൊരു പാറ്റേണിലോട്ടങ്ങ് കൊണ്ടുപോകും. നമ്മൾ അറിയത്ത് പോലുമില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു റിയാലിറ്റി ഇപ്പോൾ നിൽക്കുന്നത് ഈ സർവൈവൽ ഇഷ്യൂ വന്നു പോലെയാണ്. ഇതൊരു ടെമ്പററി ആവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ബ്രെയിനകത്ത് ഈ അമിഗ്ഡല എന്നൊക്കെ പറയുമല്ലോ, അത് ട്രിഗർ ചെയ്തിട്ട് ലിംബിക് സിസ്റ്റം ട്രിഗർ ചെയ്ത് അവിടെ നിന്ന് നേരെ ഇങ്ങ് താഴെ വന്നിട്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് നടത്തുന്ന ആ എൻസൈംസൊക്കെ ഹാർമോൺസൊക്കെ സെക്രേറ്റ് ചെയ്ത് കൊടുത്താൽ പിന്നെ നമ്മളല്ല കള്ളു കുടിച്ച പോലത്തെ ഒരു അവസ്ഥയിലേക്ക് മാറുക. ഈ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലോട്ട് അങ്ങ് പോകും. അപ്പോൾ അത് ആ പർപ്പസിന് വേണ്ടി മാത്രമാണ് ആ സിസ്റ്റം ഇരിക്കുന്നത്. പക്ഷേ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രൈസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോഡങ്ങ് മാറും, നമ്മുടെ പാറ്റേൺ മാറും. നമ്മുടെ വാസന എന്ന് പറയുന്നതാണ് ഈ പാറ്റേൺ. ആ പാറ്റേൺ മാറും. ഇത് കണ്ടിന്യൂ ചെയ്ത് ഇപ്പം തന്നെ ഒരു വർഷമായിട്ട് നടക്കില്ല, 2 വർഷമായി ഇത് നടന്നിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ആളെ മാറി. നമ്മൾ പഴയ ആളെ അല്ല, വേറൊരാളായിട്ട് മാറി. നമുക്ക് തന്നെ അറിഞ്ഞൂടാ നമ്മൾ ആൾ മാറിപ്പോയെന്നുള്ളത്. അപ്പോൾ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റം നമ്മൾ ഗവേൺ ചെയ്യാൻ തുടങ്ങുക. നമ്മുടെ ക്യാരക്ടറെ മാറി നമ്മൾ വേറൊരു വ്യക്തിയായി മാറി. പഴയ ആളല്ല, ഇപ്പോൾ വേറൊരാളായിട്ട് നിൽക്കുക. അതിൽ നിന്ന് തിരിച്ചിറങ്ങി വരാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അതിങ്ങനെ ആ സ്ട്രെസ് ലെവൽ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾ മാറും. പുതിയ സർക്യൂട്ടൊക്കെ ഓപ്പൺ ചെയ്ത് അതുവഴി ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഒരിക്കലും മാനേജ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ മൊത്തത്തിൽ മാറ്റി വേറൊരു വ്യക്തിയാക്കി മാറ്റി. ഇത് പതുക്കെ നടക്കുന്ന ഒരു സ്ലോ പ്രോസസ്സാണ്. ഈ പ്രോസസ്സിൽ നമുക്ക് എല്ലാവരും വന്ന് പെടാൻ ഉള്ള സാധ്യതയുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെന്നും പഠിക്കണമെന്നും ഈ ട്രാപ്പിനകത്ത് നമ്മൾ വീണു പോകാതിരിക്കണമെന്നും നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ആഹാരം പ്രധാനമാണ്, ജീവിക്കാൻ പറ്റില്ല ഇല്ലെങ്കിൽ. അപ്പം പക്ഷേ ഒരു സമാധാനത്തോടു കൂടി ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആഹാരം അവിടെ ഇരുന്നാലും ആഹാരം എടുക്കാൻ പോകുന്ന 50 പേർ ഒരുമിച്ച് എടുക്കാൻ പോകുമ്പോൾ അതിനകത്ത് 30 എണ്ണത്തിനെ കൊല്ലും.
കൊന്നിട്ട് ആരെങ്കിലും 1-2 പേർക്ക് ആഹാരം കിട്ടും, മറ്റേത് എല്ലാവർക്കും എന്തെങ്കിലും കിട്ടും. ഇങ്ങനെയാണ് മാറുന്നത്. ഇതാണ് ഈ അപകടകരമായ വഴിയിലോട്ട് അങ്ങ് മാറി, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നോക്കിക്കോളൂ, കുത്തബ് മീനാറിനകത്ത് പിള്ളേരെല്ലാം കൂടെ പോയി അവിടെ റഷൊക്കെ വന്ന് എത്ര എണ്ണം മരിച്ചു. അപ്പോൾ ഒത്തിരി സമാധാനമായിട്ട് നിൽക്കുകയാണെങ്കിൽ കുറേ പേര് രക്ഷപ്പെടും. ആ സ്റ്റാമ്പീഡിനകത്ത് പെട്ടിട്ട് ആളുകൾ മരിച്ചു. അപ്പോൾ ഓരോരുത്തരും സർവൈവ് ചെയ്യാൻ വേണ്ടി ഉള്ള സ്ട്രഗിൾ നടത്തുമ്പം നേരത്തെ ഇത്ര വീക്കായിട്ടുള്ള താഴെ വീഴും, അതിൻ്റെ മുകളിൽ കൂടെ അങ്ങ് സർവൈവ് ചെയ്യും. അപ്പോൾ ഇതൊരു കൊച്ചു കാര്യമല്ല, ഇത് നമ്മുടെ ബേസ് ചക്രയുടെ ആസ്പെക്റ്റാണ് ഫുഡ് സെക്യൂരിറ്റി ഷെൽട്ടർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട ഭയങ്കരമായിട്ട് മനസ്സിലാക്കണം. ഇവിടുന്ന് നമുക്ക് ഒരു സമാധാനം